200-ൽ കൂടുതൽ റൺസ് ചേസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ടീം എന്ന ചീത്തപ്പേര് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണ T20 ചാമ്പ്യന്മാരായ CSK ജയ്പൂരിൽ നിർണായക പോരാട്ടത്തിൽ പോയിന്റ് പട്ടികയിലെ അവസാനത്തെ സ്ഥാനക്കാരായ ലക്നൗ സൂപ്പർ ജയൻസിനെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ലക്നൗ സൂപ്പർ ജയൻസിന് ജോഷ് ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ ഷഹബാസ് അഹമ്മദിൻ്റെയും ബാറ്റിംഗ് മികവിലായിരുന്നു 208 റൺസ് എന്ന് പറഞ്ഞ കൂറ്റൻ റൺസ് പടുത്തുയർത്താനായിട്ട് സാധിച്ചത്. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസൻ്റെയും അതേപോലെ തന്നെ ഋതുരാജ് ഗൈക്വാഡിൻ്റെയും ബാറ്റിംഗ് മികവിൽ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് ഓപ്പണിംഗ് ഇറങ്ങിയത് ഋതുരാജ് ഗൈക്വാഡും സഞ്ജു സാംസണും കൂടിയായിരുന്നു. തുടക്കം തന്നെ നല്ല ബാറ്റിംഗ് ആയിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു സാംസൺ 14 ബോളിൽ 28 റൺസ് എടുത്തിട്ട് ഔട്ടായി. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും 3 ഫോറും 2 പടുകൂറ്റൻ സിക്സറുകളും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗൈക്വാഡ് 28 ബോളിൽ 48 റൺസ് എടുത്തിട്ട് ഔട്ടാകുകയുണ്ടായി. അദ്ദേഹം 3 ഫോറും 2 സിക്സറും അടിച്ചതിന് ശേഷമാണ് പുറത്തായത്. അതിൽ ടേണിംഗ് പോയിന്റ് എന്താണ്, ഈ ഒരു കളിയിൽ ടേണിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർവിൽ പട്ടേലാണ്. ഉർവിൽ പട്ടേൽ ഗ്രീസിലെത്തിയതോടു കൂടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ റേറ്റ് ഉയർത്തുകയുണ്ടായിരുന്നു. 13 ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി കടത്തിയിട്ടാണ്. അതോടുകൂടിയിട്ട് തന്നെ ടീമിൻ്റെ സ്കോർ ഏകദേശം ജയിക്കുന്ന സ്കോറിൻ്റെ ഏകദേശം അടുത്ത് തന്നെ എത്തുകയുണ്ടായിരുന്നു. അദ്ദേഹം 65 റൺസ് എടുത്തിട്ട് പുറത്തായിരുന്ന സമയത്ത് വെറും 23 ബോൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോറും 8 സിക്സറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം ഔട്ടാകുന്ന സമയത്ത് ഏകദേശം കളി ജയിച്ചു എന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഔട്ടായിട്ടുണ്ടായിരുന്നു. അവസാന ഓവർ വരെ കളികൾ നീണ്ടെങ്കിൽ കൂടി അവസാന കളിയിൽ വെറും 10 റൺസ് മാത്രമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അത് വെറും 3 ബോൾ ശേഷിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ഈസി ആയിട്ട് ജയിക്കുകയുണ്ടായിരുന്നു. അതും അവസാന ഓവറിൽ ശിവൻ ദുബൈൻ്റെ പടുങ്കൂറ്റൻ 2 സിക്സറുകൾ കൂടിയായപ്പോൾ ഈസി ആയിട്ട് കളി ജയിക്കുന്നൊരു ഘട്ടം വരെ ഉണ്ടായിട്ടാണ്. എന്തായാലും ഈ ഒരു കളി ജയിച്ചതോടു കൂടിയിട്ട് 14 പോയിന്റോട് കൂടിയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് നിലയിൽ 5ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്